നമ്മളെല്ലാം ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇലക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള വാഗ്ദാന പെരുമഴ സർക്കാരിന്റെ സ്ഥിരം ശൈലിയാണ്. ഇപ്പോ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ആ ബഡ്ജറ്റ് അതിൽ ഈ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പൊതുസമൂഹം കേൾക്കുമ്പോൾ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തു എന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നതാണ്. ഇത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ 2024 ജൂലൈ മാസത്തിൽ 5 വർഷ തത്വമനുസരിച്ച് ശമ്പളം പരിഷ്കരിക്കേണ്ടതായിരുന്നു. 19 മാസം പിന്നിട്ടിരിക്കുന്നു. ഒരു കമ്മീഷനെ പോലും ഇതുവരെ വെക്കാത്ത സർക്കാരാണ്. ആ സർക്കാർ ഇപ്പോൾ 3 മാസത്തിനുള്ളിൽ കമ്മീഷനെ വെച്ച് പഠിച്ച് റിപ്പോർട്ട് വാങ്ങി ശമ്പളം പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ 1-2 മാസം പോലും പ്രവർത്തിക്കാൻ സാഹചര്യമില്ലാത്ത ഒരു ഗവൺമെന്റാണ്. ഒരു കാവൽ ഗവൺമെന്റായി മാറാൻ പോവുകയാണ്. എവിടെയാണ് ഇത് പരിഷ്കരിക്കാൻ കഴിയുന്നത്? 2021 ശമ്പളം പരിഷ്കരിച്ചപ്പോൾ അന്ന് വെയിറ്റേജ്, സർവീസ് വെയിറ്റേജും എല്ലാം അപഹരിച്ചു. അതിന്റെ കുടിശ്ശിക കൊടുത്തില്ല. DA മെർജ് ചെയ്ത് ഒരു ശമ്പള സ്കെയിൽ ഉണ്ടാക്കി. ആ ശമ്പള പരിഷ്കരണത്തിന് ശേഷം 1 പൈസയും DA കൊടുക്കാതെ വർഷങ്ങളോളം മുമ്പോട്ട് പോയി. ഇപ്പോ 5 ഗഡു 15% ക്ഷാമത്തെ കുടിശ്ശികയാണ്. അതിലൊരു ഗഡുവാണ് അടുത്ത മാസം തരും. ബാക്കിയുള്ളതെല്ലാം അതിനടുത്ത മാസം തന്നു തീർക്കും എന്ന വാഗ്ദാനമാണ്. ഇത് ഗൃഹസന്ദർശനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോ, ഗൃഹസമ്പർക്ക പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ, ഭവന സന്ദർശനം കഴിഞ്ഞ് വന്നപ്പോൾ കിട്ടിയ വലിയ ഭൂതോദയങ്ങൾ ഉണ്ടായതാണ്. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അധ്യാപകരുടെയും പിടിച്ചുവെച്ച ഗവൺമെന്റിനെതിരെ ശക്തമായ ജനവികാരം അത് തിരിച്ചറിഞ്ഞപ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ അത് മറികടക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലൊരു ആത്മാർത്ഥതയുമില്ല. ശമ്പള പരിഷ്കരണ കമ്മീഷനുകളുടെ കാലാവധി കേരളത്തിലെടുത്ത് പരിശോധിച്ചാൽ അത് 1 വർഷവും 1.5 വർഷവും ഒക്കെ എടുക്കുന്ന രീതിയിലാണ്. ഈ ഇടക്കാല റിപ്പോർട്ട് വാങ്ങി ശമ്പളം പരിഷ്കരിക്കാം എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഷ്യമെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് വാങ്ങിക്കുന്നത് തട്ടിപ്പിനാണ്. നേരത്തെ ഇപ്പൊ ഈ അനുവദിക്കുന്ന ക്ഷാമബത്ത അത് മെർജ് ചെയ്തിട്ട് ശമ്പളം പരിഷ്കരിച്ചു, ഇത്ര ശതമാനം വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതാണ്. ക്ഷാമബത്ത ജീവനക്കാരുടെ അവകാശമല്ല എന്നാണ് കോടതിയിൽ എഴുതി കൊടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുകയും ആ സർക്കാർ ജീവനക്കാരുടെ ജോലിക്ക് അവരുടെ കൂലി കൊടുക്കാത്ത, വേതനം കൊടുക്കാത്ത നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു. 1 ലക്ഷം കോടി രൂപയാണ് ഒരു ഘട്ടത്തിൽ പിടിച്ചു വെച്ചിരുന്നത്. അപ്പൊ ഇവിടെ ധനദൃഢീകരണം ഉണ്ടായി എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം കവർന്നെടുത്തതിന്റെ ദൃഢീകരണമാണ്. അത് തിരിച്ചു കൊടുക്കണമെന്നുള്ള വല്ലാത്ത കുറ്റബോധവും ഒക്കെ ധനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഉണ്ടാകും. വലിയൊരു അന്യായമാണ് കാണിച്ചത്, ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് പരിഹരിക്കാൻ അവരുടെ കയ്യിൽ സാമ്പത്തികമോ അത്തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ കണ്ടെത്താനോ നയങ്ങളും പരിപാടികളും ഒന്നും അതിന് പറ്റിയതില്ല എന്നുള്ളതാണ്. അതൊരു പരാജയമായി മാറിയിരിക്കുന്നു. അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നൊന്നായി വെളിവാകുന്നത്. ഈ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഇപ്പോ പ്രഖ്യാപനങ്ങൾ നടത്തി മറികടക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിലും അഷ്വേർഡ് പെൻഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. NPS പുതിയ പെൻഷൻ പദ്ധതി NPS പിൻവലിച്ചുകൊണ്ട്, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചുകൊണ്ട് പുതിയ ഒരു പെൻഷൻ പദ്ധതിക്ക് രൂപം കൊടുക്കുമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞതായിരുന്നു. എന്തായി? അടുത്ത ബഡ്ജറ്റിൽ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ 50% പെൻഷൻ ഉറപ്പാക്കുന്ന ഒരു പെൻഷൻ പദ്ധതി കൊണ്ടുവരാൻ പോകുന്നു. വീണ്ടും വോട്ട് കിട്ടാൻ വേണ്ടി 2 പ്രാവശ്യം 2016-ലും 2021-ലും പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം കൊടുത്തു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന്. അങ്ങനെ വോട്ട് പിടിച്ചു. ഇപ്പൊ വീണ്ടും ഇലക്ഷൻ ആയപ്പോ ഒരു അഷ്വേർഡ് പെൻഷൻ പദ്ധതി കൊണ്ടുവരാം. അവർക്ക് DR പ്രഖ്യാപിക്കും, 50% അവർക്ക് പെൻഷൻ ഉറപ്പാക്കും. ഇതെല്ലാം പ്രഖ്യാപിച്ചിട്ട് പോയാൽ മതി, ഒന്നും കൊടുക്കണ്ട എന്ന് സർക്കാരിനറിയാം. ഇവരുടെ മേഖലയിൽ നിന്ന് വലിയ തോതിൽ സാമ്പത്തികം കൊള്ളയടിച്ചു കൊണ്ടുപോകാമെന്ന് സർക്കാരിനറിയാം. ആ ശൈലിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. മെഡിസെപ്പ് എന്ന് പറഞ്ഞിട്ട് ജീവനക്കാരുടെ നിലവിലുണ്ടായിരുന്ന റീഇംബേഴ്സ്മെന്റ് സംവിധാനം ഗവൺമെന്റ് അത് കവർന്നെടുത്തു, അത് നിർത്തലാക്കി. അതിനുശേഷം സർക്കാർ കൊണ്ടുവന്ന മെഡിസെപ്പ് കഴിഞ്ഞ ആദ്യത്തെ 1-ാം പദ്ധതി എന്ന രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന 35 ലക്ഷം പേരെ പങ്കാളികളാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാശുപത്രിയിലും ചികിത്സയില്ല, സർക്കാർ ജീവനക്കാരുടെ മാത്രം വിഹിതം ഇട്ടുകൊണ്ടാണ് സർക്കാരിന്റെ 1 രൂപ വിഹിതമില്ലാതെ നടപ്പിലാക്കി. ഇപ്പൊ അത് 2-ാം ഘട്ടം എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് GST വലിയ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ ഇൻഷുറൻസ് മേഖലയിൽ GST
അങ്ങനെ GST പിടിക്കേണ്ട കാര്യമില്ല എന്ന തിരിച്ചറിവല്ല ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടത്തും അങ്ങനെയാണ്. അപ്പൊ ഇൻഷുറൻസിന് ഇല്ലാത്ത ഒരു പതിവ് കേരളത്തിൽ അടിച്ചേൽപ്പിച്ചു, GST സമാഹരിച്ചു. അതിപ്പോ ബോധ്യം വന്നപ്പോൾ അതിൽ നിന്ന് പിന്മാറി. എന്നിട്ടും അവിടെ ഉണ്ടായിരിക്കുന്ന 687 രൂപ 123 രൂപ കുറച്ചതിന് ശേഷം അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ആശുപത്രികളെ പങ്കാളികളാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാശുപത്രിയിലും ചികിത്സ കിട്ടാത്ത സാഹചര്യം. ഇതെല്ലാം ആളുകൾക്ക് അനുഭവിച്ചറിഞ്ഞ് അവരുടെ ബോധ്യം വന്ന കാര്യമാണ്. ഈ കാർഡുമായി നടക്കുന്നവർക്ക് ഒരു ചികിത്സയും ലഭിക്കുന്നില്ല. ഇതെല്ലാം ഈ സർക്കാരിന്റെ പിടിപ്പുകടല്ലേ? ഇത് വഴിയെ പോകുന്ന ആരോടെങ്കിലും ചെന്ന് പറയാനുള്ള കാര്യമാണോ? ഭരണകർത്താക്കളല്ലേ ഇതിനൊരു മാറ്റമുണ്ടാക്കേണ്ടത്. ഇത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഇത് തിരുത്തേണ്ടത്. ഇതൊരു പൈലറ്റ് പ്രോജക്റ്റായി നടത്തി അത് പരാജയമായപ്പോൾ ആ പറഞ്ഞ തിരുത്തലുകൾ അതിൽ വരണ്ടേ? അത് ഓപ്ഷണലാക്കിയിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പോഴും ഘോരം ഇങ്ങനെ പറയുകയാണ്. ഇലക്ഷൻ അടുക്കുമ്പോൾ പറയുകയാണ് വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി അതിവേഗ ട്രെയിൻ, മറ്റു കാര്യങ്ങൾ, പെൻഷൻ വാരിക്കോരി കൊടുക്കുന്നു. ഇതിലൊക്കെ എവിടെയാണ് സർക്കാരിന്റെ കയ്യിൽ പണം കണ്ടെത്തുക ഈ ഒരു മാസത്തിനകം എന്നുള്ളതിനെ പറ്റി ഒന്നും പറയുന്നില്ല. വാഗ്ദാന പെരുമഴയാണ്. ഇതെല്ലാം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇന്നിക്സ് മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.